സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏഴ് നാൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രവർത്തകർക്ക് ആവേശം കൂട്ടി LDFന്റെയും UDFന്റെയും പ്രകടന പത്രികകൾ ഇന്ന് പുറത്തിറക്കും. പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള വിവിധ പാർട്ടികളുടെ താരപ്രചാരകർ ഇന്ന് കേരളത്തിലുണ്ട്. പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളാണ് കടന്നുപോയത്. ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടികൾ, വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ. സംഭവ ബഹുലമായിരുന്നു കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ. ഇനി പ്രചരണത്തിന്റെ അവസാന 7 ദിവസങ്ങൾ. ഇതുവരെ വന്നതിൽ കൂടുതലൊന്നുമില്ല ഇനി വരാനെന്ന് കരുതി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആശ്വസിക്കില്ല. കാരണം അവർക്കറിയാം അവസാന ദിവസങ്ങളാണ് പണി മുഴുവൻ നടക്കുന്നതെന്ന്. ഡീലും വയനാടും ചെറ്റത്തരവും സംവാദവും എല്ലാം വന്നുപോയെങ്കിൽ ഇനി വരാനുള്ളത് അതുക്കും മേലെ. പ്രധാനപ്പെട്ട 2 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ക്ഷേമ പെൻഷൻ 3500 രൂപ, അതിവേഗ ട്രെയിൻ, കൗമാരക്കാരെയും യുവാക്കളെയും മധ്യവയസ്കരായ സ്ത്രീകളെയും ആകർഷിക്കാൻ പ്രത്യേക പ്രഖ്യാപനങ്ങൾ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് UDFന്റെ പ്രകടന പത്രികയും പുറത്തുവിടുന്നുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ അടങ്ങുന്നതാണ് UDF പ്രകടന പത്രിക. ഇതുകൂടി ഇറങ്ങുന്നതോടെ 2 മുന്നണികളുടെയും പ്രവർത്തകരുടെയും വീറും വാശിയും കൂടും. പ്രചരണം കൊട്ടിക്കയറും. 9-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കൊട്ടിയിറങ്ങും. അപ്പോഴും ആരവങ്ങൾക്ക് കുറവുണ്ടാകില്ല. മെയ് 4 വരെ ആരവങ്ങൾ കേരളത്തിൽ അലയടിക്കും. മീഡിയ 1, തിരുവനന്തപുരം.